الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തില് ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ മനുഷ്യർക്ക് നൽകിയ ഒരു അനുഗ്രഹമായും ഒരു ദൃഷ്ടാന്തമായും പരിചയപ്പെടുത്തുന്നതാണ് ഭൂമിയെ. അള്ളാഹു പറയുന്നത് കാണാം, വഫിൽ അർദി ആയാത്തുൽ ലിൽ മൂഖിനീൻ. ഭൂമിയിൽ ദൃഢവിശ്വാസമുള്ള ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ ആയാത്തുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. ഭൂമി അള്ളാഹു മനുഷ്യർക്ക് ഒരു അനുഗ്രഹമായി പരിചയപ്പെടുത്തുന്നുണ്ട്. അത് വ്യത്യസ്ത ശൈലികളിൽ കാണാം, വ്യത്യസ്ത രൂപങ്ങളിലെല്ലാം അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഭൂമിയുമായി ബന്ധപ്പെട്ട വിജ്ഞാനത്തിൻ്റെ ആളുകൾ പറയുന്നത് അത് അതിശക്തമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. സ്വയം കറങ്ങുന്നതിനോടുകൂടെ സൂര്യനെ ഭ്രമണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭൂമിയെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികൾക്ക് അനുഗ്രഹമായി പരിചയപ്പെടുത്തുന്നിടത്ത് പറയുന്നത് അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ. അവൻ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി നൽകിയവനാണ്. കിടന്നുറങ്ങാനാണ് വിരിപ്പ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വിരിപ്പാക്കി നൽകിയവനാണ്. മറ്റൊരിടത്ത് കാണാം, അലം നജഅലിൽ അർദ മിഹാദ. ഭൂമിയെ നാം തൊട്ടിൽ പോലെയാക്കിയില്ലയോ, തൊട്ടിലാക്കിയില്ലയോ? കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്നതാണ് തൊട്ടിൽ. അതിങ്ങനെ ആടുന്നുണ്ട്, പക്ഷേ ഉറങ്ങും. കുട്ടികൾക്ക് പ്രയാസമില്ലാതെ കിടന്നുറങ്ങാൻ സാധിക്കുന്നു. അപ്പോൾ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായി ചലിച്ചുകൊണ്ടിരിക്കുന്നതിനോടുകൂടെ നാം അറിയുന്നില്ല അതിൻ്റെ ഈ പ്രക്ഷുബ്ധമായ അവസ്ഥ. നമുക്കിതിൽ വീടുകൾ പണിയാം, കൃഷി ചെയ്യാം, വാഹനമോടിക്കാം. വേണ്ടുന്ന രീതിയിൽ നാം നടക്കുകയും ഇരിക്കുകയും കിടക്കുകയും എല്ലാം ചെയ്യുന്ന രീതിയിൽ ഭൂമിയെ നാം നിങ്ങൾക്ക് സംവിധാനിച്ച് നൽകിയിരിക്കുന്നു, നാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി നൽകിയിരിക്കുന്നു. മറ്റൊരായത്തിൽ ഇങ്ങനെയാണ്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂല. അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ കീഴ്പ്പെടുത്തി നൽകിയവൻ. ഫംശൂ ഫീ മനാകിബിഹ. അതിൻ്റെ മാറിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക. വകുലൂ മിർ റിസ്ഖി. എന്നിട്ട് അവൻ്റെ റിസ്ഖ്, അവൻ അതിൽ സംവിധാനിച്ചിരിക്കുന്ന ഉപജീവനം നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. വ ഇലൈഹിൻ നുഷൂർ. മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മടങ്ങിച്ചെല്ലേണ്ടത് അവനിലേക്കാണ് എന്നുള്ളതാണ്. മറ്റൊരായത്തിൽ ഇങ്ങനെ കാണാം,
വലാ തംശി ഫിൽ അർദി മറഹ, ഭൂമിയിലൂടെ അഹങ്കരിച്ചുകൊണ്ട് നിങ്ങൾ നടക്കരുത്. ഇന്നക ലൻ തഖ്രികൽ അർദ, ഭൂമിയെ ചവിട്ടി പിളർത്താൻ നിനക്ക് സാധിക്കുകയില്ല. വലൻ തബ്ലുഗൽ ജിബാല തൂല, അഹങ്കരിച്ചുകൊണ്ട് വലിയ ആളായിക്കൊണ്ട് പർവ്വതങ്ങൾക്ക് സമാനം ഉയരത്തിലെത്താനും നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് അഹങ്കാരം വെടിഞ്ഞുകൊണ്ട് വിനയത്തോടെ ഭൂമിയിലൂടെ നടക്കണം. വിനയത്തോടെ നടക്കുന്നത് വിശ്വാസികളുടെ ഗുണമാണ് എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് അഖിലവും അനുഗ്രഹമായിട്ടാണ് നൽകിയിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും അത് അവർക്ക് നിഖ്മത്തായി പ്രയാസങ്ങൾ വരുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചിരുന്നു, ഭൂമിയിൽ ഉണ്ടാകുന്ന ഫിത്നകൾ, പ്രയാസങ്ങൾ, അത് മുഖേന ഉണ്ടാകുന്ന അപകടങ്ങൾ, ഇതൊരു പക്ഷേ ചിലപ്പോൾ അള്ളാഹു റഹ്മത്തായി നൽകുന്നതാകാം. അതിൽ നിന്ന് രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ അത് ശിക്ഷയായി ഭവിച്ചേക്കാം. ചിലപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായി നൽകിയേക്കാം. പല രീതിയിൽ അതിനെ ഖുർആനിലും സുന്നത്തിലും പഠിപ്പിച്ചിട്ടുണ്ട്. ശിക്ഷയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ പല പ്രതിഭാസങ്ങളും പല അപകടങ്ങളും മനുഷ്യർക്ക് വച്ചിട്ടുണ്ട്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. അതിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു പ്രയാസത്തെ ഉദ്ദേശിച്ചാൽ, പ്രയാസം കൊണ്ട് നിന്നെ പിടികൂടിയാൽ, അത് ദൂരീകരിക്കാൻ, ആ ദുരിതം അകറ്റാൻ അള്ളാഹുവിനല്ലാതെ സാധിക്കുകയില്ല. അവൻ നിനക്കൊരു നന്മയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ നന്മയെ തടുക്കാനും ആരും തന്നെ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത് അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ആദ്യമായി ഭൂമിയിൽ കുലുക്കമുണ്ടാകുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ മിമ്പറിൽ കയറിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപദേശം നൽകി. നിങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പലതും പ്രവർത്തിച്ചിട്ടുണ്ട്, അത് കാരണത്താലാണ് ഈ രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ഇനിയും നിങ്ങൾ ആവർത്തിച്ചാൽ ഞാൻ ഈ നാട് വിട്ടുപോകും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു വരെ പഠിപ്പിച്ചു. അതിനുശേഷം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ കാലത്ത് വീണ്ടും ഷാമുമായി ബന്ധപ്പെട്ട ചില പ്രദേശങ്ങളിൽ ഭൂമിയിൽ ചില പ്രകമ്പനങ്ങൾ ഉണ്ടായി. ഈ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള വ്യത്യസ്ത ഗവർണർമാർക്ക് കത്തെഴുതുകയുണ്ടായി. അതിൽ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്, فإن هذا الرجف شيء يعاتب الله عز وجل به العباد. ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ ഉപദേശിക്കുന്നതാണ്. നസീഹത്തോടെയുള്ള ഉപദേശമാണ്, അവർക്ക് നൽകുന്ന ഒരു ഉണർത്തലുകളാണ് ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ. وقد كتبت إلى سائر الأمصار يخرجوا في يوم كذا وكذا في شهر كذا وكذا. ഞാൻ മുന്നേ വ്യത്യസ്ത നാടുകളിലേക്ക് എഴുതി അറിയിച്ചിട്ടുണ്ട്, ഇന്ന ഇന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന ഇന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ ബാധ്യതയായ സമ്പത്ത് നിങ്ങൾ ചെലവഴിച്ചു കൊള്ളണം. ആവശ്യക്കാർക്ക് സക്കാത്തിന് അവകാശപ്പെട്ട ആളുകൾക്ക് നിങ്ങളുടെ സക്കാത്തിന്റെ മുതലുകൾ വിതരണം ചെയ്തു കൊള്ളണം എന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ എഴുതി അറിയിച്ചതാണ്. അതുകൊണ്ട് ഫമൻ കാന ഇൻദഹു ഷൈഉൻ ഫൽയതസദ്ദഖ് ബി, ആരുടെയെങ്കിലും കയ്യിൽ ജനങ്ങൾക്ക് അവകാശപ്പെട്ടത്, മിസ്കീന്മാർക്ക്, ഫുഖറാക്കൾക്ക്, കടം കൊണ്ട് വലയുന്നവർക്ക്, സക്കാത്തിന്റെ അവകാശികൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളുടെ ഖജനാവുകൾ ഉണ്ടെങ്കിൽ അത് ഉടനെ സദഖ ചെയ്തു കൊള്ളുക. അത് സക്കാത്തിന്റെ അവകാശപ്പെട്ട ആളുകൾക്ക് ഉടനെ എത്തിച്ചു കൊള്ളുക. ഫഇന്നല്ലാഹ അസ്സ വജല്ല ഖാൽ, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഖദ് അഫ്ലഹ മൻ തസക്ക. ചില ഉലമാക്കളുടെ വിശദീകരണം അനുസരിച്ച് അത് സക്കാത്ത് നൽകിയവൻ, ഫിത്ർ സക്കാത്താണെന്നും അഭിപ്രായമുണ്ട്, സക്കാത്താണെന്നും അഭിപ്രായമുണ്ട്. സക്കാത്ത് കൊടുത്തിരിക്കുന്ന ആളുകൾ രക്ഷപ്പെട്ടിരിക്കുന്നു. വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, തങ്ങളുടെ റബ്ബിന്റെ നാമത്തെ സ്മരിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ രക്ഷപ്പെട്ടിരിക്കുന്നു.
അതുകൊണ്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അവർക്ക് ഉപദേശിക്കുകയാണ്, വഖൂലു കമാ ഖാല ആദം, ആദം അലൈഹിസ്സലാമിന് പ്രയാസമുണ്ടായപ്പോൾ പറഞ്ഞ വാക്യം നിങ്ങൾ പറഞ്ഞുകൊള്ളുക, അള്ളാഹുവിലേക്ക് മടങ്ങുക, തൗബ ചെയ്യുക. എന്താണത്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബേ, ഞങ്ങളുടെ നഫ്സുകളോട് അക്രമം ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ പാപത്തിലേർപ്പെട്ടു പോയി. നീ ഞങ്ങൾക്ക് പൊറുത്തു തന്നില്ല എങ്കിൽ, നീ ഞങ്ങൾക്ക് കരുണ ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ ഖാസിരീങ്ങളിൽ, നഷ്ടക്കാരിൽ പെട്ടുപോകും എന്ന പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക. വഖൂലു കമാ ഖാല നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക. വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, നീ എനിക്ക് മഗ്ഫിറത്ത് നൽകിയില്ലെങ്കിൽ, പാപമോചനം നൽകിയില്ലെങ്കിൽ, റഹ്മത്ത് ചൊരിഞ്ഞില്ലെങ്കിൽ ഞാൻ നഷ്ടക്കാരിൽ പെട്ടുപോകും. വഖൂലു കമാ ഖാല യൂനുസ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാഹുവിലേക്ക് മടങ്ങുക, ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഏറ്റുപറയുക എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഈ സന്ദർഭത്തിൽ ജനങ്ങളെ ഉപദേശിച്ചതായിട്ട് അദ്ദേഹത്തിൽ നിന്നും സ്ഥിരപ്പെട്ടിരിക്കുന്ന റിവായത്തുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു നിമിത്തമുണ്ടാകും, ഒരു കാരണമുണ്ടാകും. അത് യാദൃശ്ചികമല്ല എന്ന് നാം പറഞ്ഞു, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം തന്നെയാണ്. ഹസൻ റഹിമഹുല്ല പറയുന്നത് കാണാം, ഇന്നൽ ഫിത്നത വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ഭൂമിയിൽ ഉണ്ടാകുന്ന ഫിത്നകൾ, കുഴപ്പങ്ങൾ, അപകടങ്ങൾ, അത് മാഹിയ ഇല്ലാ ഉഖൂബത്തുൻ മിനല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിങ്കൽ നിന്നുള്ള ശിക്ഷയല്ലാതെ മറ്റൊന്നും തന്നെയില്ല. ഉലമാക്കൾ ഈ വിഷയത്തിൽ ധാരാളം അസറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. വ്യത്യസ്ത സമൂഹങ്ങളിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ ഉണ്ടാകുന്ന ഏത് ഫിത്നയാകട്ടെ, പ്രയാസമാകട്ടെ, അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകും എന്ന് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ മുൻകഴിഞ്ഞ പല സമൂഹങ്ങളെയും അവർ ചെയ്ത പാപത്തിന്റെ കാരണത്താൽ, ശിർക്കിന്റെ കാരണത്താൽ അവർ നശിപ്പിച്ച ചരിത്രം എടുത്തു പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ്, ഫകുല്ലൻ അഖദ്നാ ബിദംബി, ഓരോ സമൂഹത്തെയും അവർ ചെയ്ത പാപങ്ങളുടെ നിമിത്തമായി നാം പിടികൂടുകയുണ്ടായി. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ, അവരിൽ ചിലരുടെ മേൽ ചരൽ മഴ വർഷിച്ചുകൊണ്ടാണ് നാം പിടികൂടിയത്. വമിൻഹും മൻ അഖദത്ഹു സ്വൈഹ, ചില ആളുകളെ വലിയ ഒരു അട്ടഹാസം വന്ന് പിടികൂടുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ്, വേറെ ചില സമൂഹങ്ങളെ ഭൂമിയിലേക്ക് നാം ആഴ്ത്തിക്കളയുകയാണ് ചെയ്തത്. വമിൻഹും മൻ അഗ്റഖ്നാ, വേറെ ചില ആളുകൾ അവരെ വെള്ളത്തിൽ മുക്കിയാണ് നശിപ്പിച്ചിരിക്കുന്നത്. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും, അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് അക്രമം കാണിച്ചിട്ടില്ല. അല്ലാഹു ചെയ്തിരിക്കുന്ന ഈ കാര്യം അവരോട് ചെയ്ത അക്രമമല്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, എന്നാൽ അവർ അവരുടെ നഫ്സുകളെ തന്നെ ആക്രമിക്കുകയായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. തൊട്ടുടനെയുള്ള ആയത്തിൽ അല്ലാഹു പറയുകയാണ്, മസലുൽ ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ ആരാധ്യരായിട്ട് സ്വീകരിച്ചിരിക്കുന്നതായ, അള്ളാഹുവിന് പുറമെ മറ്റ് രക്ഷാധികാരികളെ, വലിയകളെ സ്വീകരിച്ചിരിക്കുന്നതായ ആളുകളുടെ ഉപമ കമസലിൽ അൻകബൂത്ത് ഇത്തഖദത് ബൈത, വീട് നിർമ്മിച്ചിരിക്കുന്ന എട്ടുകാലിയെ പോലെയാണ്, ചിലന്തിയെ പോലെയാണ്. വഇന്ന ഔഗനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്, വീടുകളിൽ ഏറ്റവും ദുർബലമായ, ബലഹീനമായ ഭവനം എട്ടുകാലിയുടേതാണ്. ലൗ കാനൂ യഅലമൂൻ, അവർ അറിയുന്നവരാണ് എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ ശിർക്ക് ചെയ്ത കാരണത്താൽ ഈ സമൂഹങ്ങളെ മുഴുവൻ നശിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അവരുടെ ശിർക്ക്, അവർ ചെയ്തിരിക്കുന്ന പാപം, അത് അവർ ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന്, ഞങ്ങൾക്ക് അഭയം നൽകുമെന്ന് അള്ളാഹുവിന് പുറമെ ആരെയെല്ലാം സംബന്ധിച്ച് വിചാരിച്ചുവോ അതെല്ലാം വളരെ ദുർബലങ്ങളാണ്. ആർക്കും നിങ്ങൾക്ക് അഭയം നൽകാനില്ല അള്ളാഹു അല്ലാതെ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ അള്ളാഹു മാത്രമാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ലോകത്ത് ആദ്യമായി ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുന്നത് നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹത്തെയാണ്. അവർ ശിർക്ക് ചെയ്തു എന്നുള്ള കാരണത്താലായിരുന്നു, അള്ളാഹുവിനോട് പങ്കുചേർത്തു എന്നുള്ള കാരണത്താലായിരുന്നു. ശിക്ഷ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കുന്നത്
വ്യത്യസ്ത കാരണങ്ങളുണ്ട്. ഖുർആനിലും ഹദീസിലും വ്യത്യസ്ത കാരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള കാര്യം ശിർക്ക് തന്നെയാണ്. നൂഹ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട വിഷയം ഖുർആൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്ര. നൂഹ് അലൈഹിസ്സലാം ദിനേന രാപ്പകലെന്നോണം ശിർക്ക് ചെയ്ത ആളുകളെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട്, തൗഹീദിലേക്ക് മടങ്ങാൻ ഉപദേശിച്ച സമയത്ത് അവരുടെ നേതാക്കന്മാർ ജനങ്ങളെ ഉപദേശിക്കുകയാണ്: വദ്ദിനെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതില്ല, സുവാഇനെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതില്ല, യഗൂസിനെയും യഊഖ നസ്ർ ഇവകളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ഇബാദത്തുകൾ അവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ദുആ ചെയ്യേണ്ടത് അവർക്കാണ്, നിങ്ങളുടെ നേർച്ചകൾ അവർക്കാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ വാക്ക് കേട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആരാധ്യരെ കൈവെടിയരുത് എന്ന് ആ സമൂഹത്തിലെ നേതാക്കൾ അവരെ ഉപദേശിച്ചു. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നത് കാണാം. ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന വദ്, സുവാ തുടങ്ങിയിരിക്കുന്ന നാമങ്ങൾ ഹാദിഹി അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്വാലിഹീങ്ങളായ അള്ളാഹുവിന്റെ സജ്ജനങ്ങളിൽ പെട്ടിരിക്കുന്ന ചില ആളുകളുടെ പേരാണിത്. വദ്, സുവാ തുടങ്ങിയിരിക്കുന്നതായ പേരുകൾ. ഫലമ്മാ ഹലകൂ ഔഹ ശൈത്വാനു ഇലാ ഖൗമിഹിം. അവർ മരണപ്പെട്ടപ്പോൾ ഈ സമൂഹത്തിന് ശൈത്വാൻ ചില ദുർബോധനങ്ങൾ നൽകി. എന്താണത്? അൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന ഫീഹാ അൻസാബ. ഇവർ ഇരുന്നതായി, ഈ സ്വാലിഹീങ്ങൾ ഇരുന്ന അവരുടെ ഇരിപ്പിടങ്ങളിൽ, അവർ ഉപയോഗിച്ച സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക? ചില നാട്ടക്കുട്ടികൾ നിങ്ങൾ സ്ഥാപിക്കുക. വസമ്മുഹ ബി അസ്മാഇഹിം, എന്നിട്ട് അവകൾക്ക് അവരുടെ പേരുകളും നൽകുക. വദ്, സുവാ, യഊസ, യഊഖ, നസ്ർ. ഫഫഅലു, അങ്ങനെ അവർ പ്രവർത്തിച്ചു. വലം തുഅബദ്, അങ്ങനെ ആ കാലത്ത് അവർ ആരാധിക്കപ്പെട്ടിട്ടില്ല. ഹത്താ ഇദാ ഹലക ഉലൈക വനുസിയ അൽഇൽമു അബിദത്. ഇങ്ങനെ ആദ്യ തലമുറ മരണപ്പെട്ടു പോയി. ഇതെന്തിനാണ് ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ള അറിവ് നഷ്ടപ്പെട്ടു. ആ സമയത്ത് എന്ത് ചെയ്തു? പിന്നീട് ഈ പറയുന്ന വദ്ദിനെയും സുവാഇനെയും യഊസിനെയും യഊഖിനെയും നസ്റിനെയും അവരിൽ ജീവിച്ചിരുന്നതായ സ്വാലിഹീങ്ങൾക്ക് അവർ ഇബാദത്തുകൾ ചെയ്യാൻ തുടങ്ങി. അവർക്ക് നേർച്ചകൾ അർപ്പിക്കാൻ തുടങ്ങി. അവരോട് ദുആ ചെയ്യാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം: ഖാല ഗൈറു വാഹിദിൻ മിനസ് സലഫ്. സലഫുകളിൽ ഒന്നിലധികം ആളുകൾ പറഞ്ഞിട്ടുണ്ട്: ലമ്മാ മാതു അകഫു അലാ ഖുബൂരിഹിം. ഈ സ്വാലിഹീങ്ങൾ മരണപ്പെട്ടപ്പോൾ ഇവർ അവരുടെ ഖബറിന്റെ അരികിൽ ഇഅ്തികാഫിരുന്നു, ഭജന ഇരുന്നിരുന്നു. അതായിരുന്നു ആദ്യത്തെ തുടക്കമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. സുമ്മ സവ്വറു തമാസീലഹു, എന്നിട്ട് പിന്നീട് അവരുടെ രൂപങ്ങൾ, ചിത്രങ്ങൾ രൂപപ്പെടുത്താൻ തുടങ്ങി. സുമ്മ ത്വാല അലൈഹിമുൽ അമദു ഫഅബദൂഹും. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ വദ്, സുവാ, യഊസ്, യഊഖ, നസ്ർ പോലുള്ളതായ സ്വാലിഹീങ്ങൾക്ക് അവർ ഇബാദത്ത് ചെയ്തു എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുക. അപ്പോൾ ശിർക്കാണ് ഒരു മനുഷ്യനെ, ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശിർക്ക് കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സ്വാലിഹീങ്ങളായ അമ്പിയാക്കളായ ആളുകളുടെ വിഷയത്തിൽ ഉണ്ടാകുന്ന അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണോ, വിശ്വാസം എന്താണോ, അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് അവരെ ഇബാദത്ത് ചെയ്യുക. അള്ളാഹു അവരെ നിർത്തിയിരിക്കുന്ന പൊസിഷനിൽ നിന്ന് മുകളിലേക്ക് ഉലൂഹിയത്തിന്റെ ആരാധനയുടെ വൃത്തങ്ങളിലേക്ക് അവരെ നിയമിക്കുക എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ടുള്ള കാരണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഇയ്യാകും വൽ ഗുലൂ, നിങ്ങൾ ഗുലൂവിനെ സൂക്ഷിച്ചുകൊള്ളണം. മതകാര്യത്തിൽ നിങ്ങൾ തീവ്രത കാണിക്കുന്നതിന് സൂക്ഷിച്ചുകൊള്ളണം. ഓരോ ആളുകൾക്കും നൽകപ്പെട്ടിരിക്കുന്ന ആ സ്ഥാനത്തെ അവരെ നിർത്താവൂ. ഓരോ ഇബാദത്തുകളും പറയപ്പെട്ട രീതികളിലാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അതിന് കവിച്ചിൽ പാടില്ല. കാരണം ഫഇന്നമാ അഗ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലൂ, നിങ്ങളുടെ മുൻഗാമികളായ പല സമൂഹത്തെയും നശിപ്പിച്ചത് എന്തായിരുന്നു? ദീനിലുള്ള ഈ അതിയായ അതിരുകവിച്ചലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ജൂത നസാറാക്കളെ അള്ളാഹു ശപിച്ചു. കാരണം ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്, അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ കബറിടങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി എന്നുള്ളതാണ്. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് ശിർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തൗഹീദിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്.
അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, അത് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുക, അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് രക്ഷപ്പെടാനുള്ള മാർഗം. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സമൂഹങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നൂഹ് അലൈഹി സ്വലാമിൻ്റെ സമൂഹം, ശേഷം വരുന്ന ധാരാളം സമൂഹങ്ങൾ. ഇവരെയെല്ലാം നശിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശിർക്ക് തന്നെയായിരുന്നു. അവിടെയുള്ള ആളുകൾക്ക് രക്ഷയേകിയത് തൗഹീദുമായിരുന്നു എന്ന് ധാരാളം ചരിത്രങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഒന്നുകൂടി നമുക്ക് ഓർക്കാം ഈ സമയത്ത്. നൂഹ് അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിന് അദാബ് ഇറങ്ങിയപ്പോൾ, ശിക്ഷ ഇറങ്ങിയപ്പോൾ, നൂഹ് അലൈഹിസ്സലാം ആ സമയത്ത് ഒന്നാമതായി ചെയ്യുന്ന ദുരിതാശ്വാസ പ്രവർത്തനം എന്താണ്? ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കലാണ്. ഒന്നാമതായി ചെയ്യുന്ന ദുരിതാശ്വാസം എന്ന് പറയുന്നത് ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കലാണ്. ഖുർആൻ പറയുന്നത് കാണാം, വനാദ നൂഹ് ഇബ്ന, നൂഹ് അലൈഹിസ്സലാം കപ്പലിലൂടെ സഞ്ചരിക്കുകയാണ്. പർവ്വതങ്ങൾ കണക്കെ എന്ത് ചെയ്യുന്നുണ്ട്? തിരമാലകൾ അടിച്ചു വീഴുന്നുണ്ട്. ഈ സമയത്ത് വനാദ നൂഹ് ഇബ്ന, നൂഹ് അലൈഹിസ്സലാം തന്റെ മകനെ ഉറക്കെ വിളിച്ചു. വകാന ഫീ മഅ്സലിൻ, അദ്ദേഹം കുറച്ച് ദൂരെയുള്ള സ്ഥലത്താണ്. യാ ബുനയ്യർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ, അല്ലയോ പ്രിയ മകനെ, നീ ഞങ്ങളോട് കൂടെ ചേർന്ന് കൊള്ളുക, കുഫാറുകളുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകരുത്. നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ പോലുള്ള സ്വാലിഹീങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നീ പെട്ടുപോകരുത്, നീ ഞങ്ങളുടെ കൂടെ ചേരുക, വിശ്വാസികളായ ആളുകൾ സഞ്ചരിക്കുന്ന ഈ കപ്പലിലേക്ക് പ്രവേശിക്കുക എന്നാണ് പറഞ്ഞത്. നീ രക്ഷപ്പെടാൻ ഇങ്ങോട്ട് കയറൂ എന്നല്ല പറഞ്ഞത് നൂഹ് അലൈഹിസ്സലാം. നീ വദ്, സുവാ പോലുള്ള ആളുകൾക്ക് ഇബാദത്ത് ചെയ്യുന്ന കുഫാറുകളിൽ പെട്ടുപോകരുത്, അവരുടെ കൂടെ പോകാതെ ഞങ്ങളിലേക്ക് വാ എന്നാണ് നൂഹ് അലൈഹിസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് ഉറക്കെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഖാല സആവി ഇലാ ജബലിൻ യഅസിമുനി മിനൽ മാ, ഞാൻ ഏതെങ്കിലും പർവ്വതങ്ങളിൽ പോയി അഭയം തേടിക്കൊള്ളാം, അതെന്നെ സംരക്ഷിക്കും. ഖാല ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ ഇല്ലാ മൻ റഹിം, നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയാൽ, അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ അതിനെ തൊട്ട് നിന്നെ സംരക്ഷിക്കാൻ ഇന്നേ ദിവസം ആരും തന്നെയില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് ആർക്കാണോ കിട്ടുന്നത് അവനെ രക്ഷപ്പെടുകയുള്ളൂ. വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ, അവരുടെ ഇരുവരുടെയും ഇടയിൽ തിരമാലകൾ മറയിടുകയും അദ്ദേഹം മുങ്ങി മരിച്ച ആളുകളിൽ പെട്ടുപോവുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനീങ്ങൾക്ക് ഏത് പ്രയാസം വന്നാലും ഉടനെ തന്നെ തൗഹീദ് ശക്തിപ്പെടുത്താനാണ് പഠിപ്പിക്കുന്നത്. ഒരു മുഅ്മിനിന് ഏത് പ്രയാസമുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. യൂനുസ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന പറയണം. എന്താണത്? ലാ ഇലാഹ ഇല്ലാ അൻത് സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അല്ലാഹുവേ, ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹൻ നീ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ അക്രമം ചെയ്തു പോയിട്ടുണ്ട് എന്ന് നീ പ്രാർത്ഥിച്ചു കൊള്ളുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ, മുസ്ലിമായ ഒരു മനുഷ്യനും പ്രാർത്ഥിക്കുന്നില്ല അള്ളാഹുവിനോട്, ഫീ ഷൈഇൻ ഖത്ത്, ഏതൊരു പ്രയാസം അവൻ നേരിടുമ്പോഴും, ഇല്ലസ്തജാബല്ലാഹു ല, അള്ളാഹു അവന് ഉത്തരം നൽകിയിട്ടല്ലാതെ. ഏതാൾക്ക് ഏത് പ്രയാസം നേരിടുന്നുവോ ഈ പ്രാർത്ഥന കൊണ്ട്, തൗഹീദിന്റെ ഈ വാക്യങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു അവന് ഉത്തരം നൽകുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കർബിന്റെ ദുആ പഠിപ്പിക്കുകയുണ്ടായി. പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ പഠിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർദ് റബ്ബുൽ അർശിൽ അദീം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതായത് തൗഹീദ് ഉറക്കെ പറയുക, അത് മനസ്സിലേക്ക് എന്ത് ചെയ്യുക, ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അത് തജ്ദീദ് ചെയ്തുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഈമാൻ ഉണർത്തിക്കൊണ്ടിരിക്കണം. തൗഹീദാണ് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. തൗഹീദിന് എതിർ പ്രവർത്തിക്കുന്നുവോ അവിടെ അപകടങ്ങൾ ഉണ്ടാകും എന്നും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ നാം ഇവർക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. നാം പറഞ്ഞു,
അള്ളാഹുവിൻ്റെ ശിക്ഷ ഭൂമിയിലേക്ക് വരുന്നത് വ്യത്യസ്ത കാരണങ്ങളാലാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ശിർക്ക് തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിൻ്റെ ഓരോ ഗ്രാമങ്ങളിലും, ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ വരെയും ശിർക്കും കുഫറും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യാപകമാണ്. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത തൗഹീദ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ ഇബാദത്തുകൾ അർപ്പിക്കാവൂ. അല്ലാഹു അല്ലാത്ത ഒരു ശക്തിക്കും, അത് നബിയാണെങ്കിലും ശരി, മലക്കുകളാണെങ്കിലും ശരി, സ്വാലിഹുകളാണെങ്കിലും ശരി, ഇബാദത്ത് അല്ലാഹു അല്ലാത്ത ആരോടും പാടില്ല. അത് പ്രാർത്ഥനകൾ കൊണ്ടാണെങ്കിലും അതേപോലെ തന്നെ നേർച്ചകൾ കൊണ്ടാണെങ്കിലും തവാഫുകൾ കൊണ്ടാണെങ്കിലും ഇബാദത്തുകൾ അല്ലാഹുവിലേക്ക് മാത്രം അർപ്പിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സമൂഹങ്ങളിലേക്ക് നാശം വന്നെത്താൻ കാരണമായി വേറെയും പല കാരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ പലിശയും അതേപോലെ തന്നെ വ്യഭിചാരവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ വഹറ ഫീ ഖൗമിൻ അർരിബാ വസ്സിന, ഏതൊരു സമൂഹത്തിലാണോ പലിശയും അതേപോലെ തന്നെ വ്യഭിചാരവും പ്രകടമാകുന്നത്, ഇല്ല അഹല്ലൂ ബി അൻഫുസിഹിം ഇഖാബല്ലാഹ്, അവർ അവരുടെ സ്വയം നഫ്സുകളുടെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വിളിച്ചു വരുത്തിയിട്ടല്ലാതെ ഇല്ല. അവർ സ്വയം ശരീരങ്ങളെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത് മുഖേന. അള്ളാഹുവിൻ്റെ ശിക്ഷ അവരുടെ മേൽ എന്ത് ചെയ്യും? വന്നിറങ്ങുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട വിശ്വാസികൾ ജാഗ്രത പാലിക്കേണ്ട 2 കാര്യങ്ങളാണ്. അതിൽ ഒന്ന് റിബ തന്നെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലയഅതിയന്ന അലന്നാസി സമാനുൻ, ജനങ്ങളുടെ മേൽ ഒരു കാലം വരും, ലാ യുബാലിൽ മർഉ ബിമാ അഖദ മിനൽ മാൽ അമിനൽ ഹലാലി അം മിനൽ ഹറാം, ജനങ്ങളുടെ മേൽ ഒരു കാലം വരും, അന്ന് ആളുകൾ സമ്പത്ത് ശേഖരിച്ചു കൊണ്ടിരിക്കും, സാമ്പത്തികമായി ഉന്നമനത്തിലെത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും അവർ. പക്ഷേ എവിടെ നിന്നാണ് ഈ പണം ശേഖരിക്കുന്നത്? ഹറാമായ മാർഗത്തിലാണോ ഹലാലായ മാർഗത്തിലാണോ? ഇതവർ പരിശോധിക്കുകയില്ല. ഹറാമായ രീതിയിൽ സമ്പാദ്യം ഉണ്ടാക്കുന്നതായ ഒരു കാലം വരാനുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവന് ലഭിക്കുകയില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യം അവന് ലഭിക്കുകയില്ല, അവൻ അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് ലഭിക്കുക. ആർക്കാണ്? ആഖില ജിബ, പലിശ ഭക്ഷിക്കുന്ന ആളുകൾക്ക്, വമൂഖില, അതിനെ ഭക്ഷിപ്പിക്കുന്ന ആളുകൾക്ക്, അത് കൊടുക്കുന്ന ആളുകൾക്കും വാങ്ങുന്ന ആളുകൾക്കും, വകാതിബഹു വഷാഹിദൈ, അത് രേഖപ്പെടുത്തുന്ന ആളുകൾക്ക്, അതിന് സാക്ഷ്യം പറയുന്ന ആളുകൾക്ക്. ഇതൊരു സാമൂഹികമായ ദുരന്തമാണ്, ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാൻ കാരണമായ കാര്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും സവ, ഈ പറയുന്ന ആളുകളെല്ലാം ഇതിൽ സമമാണ്, തുല്യമാണ്. കൊടുക്കുന്നവനും വാങ്ങുന്നവനും അത് രേഖപ്പെടുത്തുന്നവനും അതിനുവേണ്ടി സാക്ഷി നിൽക്കുന്നവനും എല്ലാവരും ഈ പാപത്തിന്റെ കാര്യത്തിൽ തുല്യരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. ധാരാളം മേഖലകളിൽ പലിശ കടന്നു വരുന്നുണ്ട്. വളരെ പ്രചാരം നേടിയിരിക്കുന്ന ആളുകൾ ശ്രദ്ധയില്ലാത്ത 1-2 കാര്യം ഞാൻ പറയാം. എല്ലാ ആളുകളും സ്വർണവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, സ്വർണം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന ആളുകളായിരിക്കും. വളരെയധികം ആളുകൾ അശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പഴയ സ്വർണം വിൽക്കുന്നു, പുതിയ സ്വർണം വാങ്ങിക്കുന്നു. ഇസ്ലാം ഇവിടെ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാര്യം, സ്വർണ്ണാഭരണം അല്ലെങ്കിൽ വെള്ളി ഇതുപോലുള്ള കാര്യങ്ങൾ അതിന് പകരമായി പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ തുല്യ അളവിലേ പാടുള്ളൂ എന്നുള്ളതാണ്. 10 ഗ്രാം സ്വർണം വിൽക്കുന്നുണ്ട് എങ്കിൽ 10 ഗ്രാം തന്നെ സ്വർണം എന്ത് ചെയ്യണം? വാങ്ങിച്ചിരിക്കണം. അത് പഴയത് കൊടുത്തിട്ട് പുതിയത് വാങ്ങുന്നതാണെങ്കിലും. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് സ്വർണത്തിന്റെ കച്ചവടത്തിന്റെ കാര്യത്തിൽ. പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും? പഴയ സ്വർണം കൊടുക്കും, എന്നിട്ട് അതിൽ കുറച്ച തൂക്കത്തിൽ എന്ത് ചെയ്യും? പുതിയ സ്വർണം വാങ്ങിക്കും. അതുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു, പഴയ സ്വർണം വിൽപ്പന നടത്തണം, വിറ്റ് കിട്ടുന്ന പണം അവൻ കൈപ്പറ്റണം. ഒരു കച്ചവടം അവിടെ കഴിഞ്ഞു. അതിനുശേഷം ആ പണം കൊടുത്തിട്ട് എന്ത് ചെയ്യാം? എത്രയാണോ അതിന് കിട്ടുന്ന സ്വർണം അത് വാങ്ങുക എന്നുള്ളത് അനുവാദമുള്ളൂ. അതല്ലെങ്കിൽ അത് പലിശയുമായി ഇടപാടാണ്, പലിശ അതിൽ വന്നിട്ടുണ്ട് എന്ന് സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് വളരെ പ്രകടമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ സ്വർണത്തിൽ കച്ചവടം നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതിൽ കടമിടപാട് പാടില്ല എന്നുള്ളതാണ്. ഹാൽ എന്ന നിലയിൽ സ്വർണം വാങ്ങുന്നു, പണം ഉടനെ ഏൽപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതല്ലെങ്കിൽ അതും പലിശയുടെ ഇനത്തിലാണ് കൊടുക്കുന്നത്. ധാരാളം ആളുകൾ കല്യാണത്തിനും മറ്റുള്ള പ്രോഗ്രാമുകൾക്കും എന്ത് ചെയ്യും? നേരത്തെ ബുക്ക് ചെയ്യും, എന്നിട്ട് പണം അടയ്ക്കും.
അതിനുശേഷം എടുക്കേണ്ട സമയത്ത് എന്ത് ചെയ്യുന്നു, അതേ വിലയിൽ പണം കൊടുത്തിരിക്കുന്ന, അഡ്വാൻസ് കൊടുത്തിരിക്കുന്നതായ സമയത്ത് ഏത് വിലയാണോ അതേ വിലയിൽ, കൂടിയാലും കുറഞ്ഞാലും, വാങ്ങുമ്പോൾ കൂടിയാലും കുറഞ്ഞാലും അതേ വിലയിൽ എന്ത് ചെയ്യും, കിട്ടുമെന്നുള്ള വ്യവസ്ഥയിൽ എന്ത് ചെയ്യും, ബുക്ക് ചെയ്തുകൊണ്ട് കച്ചവടത്തിൽ ഏർപ്പെടും. ഇത് പലിശയാണ്, പാടില്ലാത്ത കാര്യമാണ്. ധാരാളം ആളുകൾ അറിവില്ലായ്മ കൊണ്ട് ഏർപ്പെട്ടു പോകുന്ന പലിശയാണ്. അപ്പോൾ പലിശ പല ഇനങ്ങളുണ്ട്, പല രീതികളുണ്ട്. ഇത് അശ്രദ്ധമായിക്കൊണ്ട് പലരും ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് കാണാം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വദറൂ മാ ബഖിയ മിനർ റിബ, റിബയിൽ നിന്ന് അവശേഷിക്കുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ അത് വിട്ടുകളഞ്ഞേക്കുക. ഇൻ കുന്തും മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫഇല്ലം തഫഅലൂ, നിങ്ങൾ അപ്രകാരം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, പലിശ ഉപേക്ഷിക്കാൻ നിങ്ങൾ സന്നദ്ധരല്ല എങ്കിൽ, ഫഅദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, നിങ്ങൾ അറിയണം അല്ലാഹുവിന്റെയും റസൂലിന്റെയും യുദ്ധപ്രഖ്യാപനം നിങ്ങളുടെ മേലുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അല്ലാഹു അക്ബർ. അല്ലാഹുവിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ ആർക്കാണ് സാധിക്കുക? നിങ്ങൾ പലിശ ഉപേക്ഷിക്കാൻ സന്നദ്ധരല്ലെങ്കിൽ അല്ലാഹുവും റസൂലും നിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. അപ്പോൾ നാശം വന്നെത്താൻ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് പലിശ വ്യാപകമാവുക എന്നുള്ളത്. പല ആളുകൾക്കും അത് നിസ്സാരമായ കാര്യമാണെന്ന്. പലിശയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് വലിയ സ്റ്റാറ്റസ് ഉള്ള രീതിയിലാണ് പല ആളുകളും പറയുന്നത്. ധാരാളം ശമ്പളം കിട്ടുന്ന ജോലിയാണ്. അതുകൊണ്ട് മുസ്ലിം സമൂഹം നടത്തുന്ന പല സ്ഥാപനങ്ങളിൽ വരെയും അവരുടെ പത്രമാഗസിനുകളിൽ വരെയും ഇതുമായി ബന്ധപ്പെട്ട ജോലികളുടെയും മറ്റും പരസ്യം തന്നെ കൊടുക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്. ആളുകൾ സമ്പത്ത് വരുന്ന മേഖല അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഹറാമാണോ ഹലാലാണോ എന്ന് ചിന്തിക്കാതെ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്ന ഒരു കാലം വരുമെന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വ്യഭിചാരം എന്നുള്ളത്. ഇതും വിശ്വാസികൾ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒരു തിന്മയാണ് സിന എന്നുള്ളത്, വ്യഭിചാരം എന്നുള്ളത്. നമുക്കറിയാം, കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിൽ വരെയും റിസോർട്ടുകൾ എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ടൂറിസം മേഖലകൾ എന്നുള്ള പേരിൽ വ്യഭിചാരശാലകളാണ് കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്നാൽ രാത്രികാലങ്ങളിൽ ട്രെയിനിൽ വരെയും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ പ്രകടമായ രീതിയിൽ വ്യഭിചാരം കൺമുന്നിൽ നടക്കുന്ന ദാരുണമായ സംഭവങ്ങളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. 18 വയസ്സായാൽ ആർക്കും വ്യഭിചരിക്കാം എന്ന് നിയമം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. 18 വയസ്സായ ഒരു കുട്ടി വ്യഭിചരിച്ചാൽ സ്വന്തം പിതാവിന് വരെയും ഒന്നും പറയാനുള്ള അവകാശമില്ല. ആ രീതിയിൽ ആളുകൾ, സമൂഹം മാറിയിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏത് സമൂഹത്തിലാണോ ഈ രീതിയിൽ വ്യഭിചാരം പ്രകടമാകുന്നത് അവർ സ്വയം ശിക്ഷയെ വിളിച്ചു വരുത്തുകയാണ്. സ്വയം ശിക്ഷ അവരുടെ ശരീരത്തിന്റെ മേൽ അവർ ഹലാലാക്കിയിരിക്കുകയാണ്, ഇറക്കാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചു വരുത്തുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, വലാ തഖറബുസ് സിന, വിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കുക വരെയും ചെയ്യരുത്. ഇന്നഹു കാന ഫാഹിഷ, ഏറ്റവും മ്ലേച്ഛമായ ഒരു കാര്യമാണ്. വസാഅ സബീല, മോശപ്പെട്ട ഒരു മാർഗവുമാണ് എന്ന് അല്ലാഹു പറയുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, മാ വഹറത്തിൽ ഫാഹിഷ, മ്ലേച്ഛമായ ഈ കൃത്യം, വ്യഭിചാരം വെളിപ്പെടുന്നില്ല, പ്രകടമാകുന്നില്ല, ഫീ ഖൗമിൻ, ഒരു സമൂഹത്തിലും, ഹത്താ അഅലനു ബിഹ, ഏതുവരെ എന്നാൽ അവരത് പരസ്യമായിട്ടാണ് ചെയ്യുന്നത്, രഹസ്യമാക്കാനും കൂട്ടാക്കുന്നില്ല, ഒരു പേടിയുമില്ലാതെ ഒരു നാണവുമില്ലാതെ പരസ്യമായി തന്നെ വിചാരത്തിൽ ഏർപ്പെടുന്ന ഒരു സമൂഹം. എന്നാൽ ഇല്ലാ ഫശാ ഫീഹിം താഊൻ, അവരിൽ വളരെ മാരകമായ രോഗങ്ങൾ വ്യാപിച്ചിട്ടല്ലാതെ ഉണ്ടാവുകയില്ല. വൽ ഔജാഉ അല്ലതി ലം തകുൻ മദത് ഫീ അസ്ലാഫിഹിം അല്ലദീന മദൗ, അവരുടെ മുൻഗാമികൾ അനുഭവിക്കാത്ത വേദനകൾ, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടല്ലാതെ ഉണ്ടാവുകയില്ല, അവർക്ക് വലിയ ശിക്ഷ അനുഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അതിനേക്കാൾ ഗുരുതരമായി അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്ന കാര്യമാണ് സ്വർഗ ലൈംഗികത എന്നുള്ളത്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം ഏർപ്പെട്ടിരിക്കുന്ന ഏറ്റവും മ്ലേച്ഛമായ ഒരു പ്രവൃത്തിയായിരുന്നു. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെയും ശിക്ഷിക്കാത്ത രീതിയിൽ കഠിനമായി അവർ ശിക്ഷിക്കുകയുണ്ടായി. സ്വർഗ ലൈംഗികതയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമൂഹത്തിന് നൽകിയ ശിക്ഷ പോലുള്ള ശിക്ഷ വേറൊരു സമൂഹത്തിനും അള്ളാഹു നൽകിയിട്ടില്ല. ആ രീതിയിൽ എന്ത് ചെയ്തു? ഉലമാക്കൾ പറയുന്നത് കാണാം, ഒരാൾ വിഭജിച്ചാലുള്ള ശിക്ഷ എന്താണോ അതിനേക്കാളും കഠിനമായ ശിക്ഷയാണ് പ്രബലമായ അഭിപ്രായ പ്രകാരം സ്വർഗ ലൈംഗികതയിൽ ഏർപ്പെടുന്നതായ ആളുകൾക്ക് നൽകപ്പെടുക. വ്യഭിചരിച്ചാൽ വിവാഹിതനല്ലെങ്കിൽ അവൻ എറിഞ്ഞുകൊള്ളേണ്ടതില്ല എന്നാണ്. എന്നാൽ സ്വർഗ ലൈംഗികതയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹിതനാണെങ്കിലും അല്ലെങ്കിലും ഇരുവരെയും എറിഞ്ഞുകൊല്ലണം എന്നുള്ളത്
അതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ അത് കാണും. എങ്ങനെയാണ് കൊല്ലേണ്ടത് എന്നുള്ളതിൽ മാത്രമാണ് സ്വഹാബികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. അവർ എങ്ങനെയാണെങ്കിലും കൊല്ലപ്പെടണം എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളത് അത്രയ്ക്കും ഗുരുതരമായ കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത് കാണാം, ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. നബിയെ, താങ്കളുടെ ജീവിതം തന്നെ സത്യം. അവർ ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം, അവർ ഈ ലഹരി ബാധിച്ചുകൊണ്ട്, അവരുടെ ഇച്ഛയുടെ ലഹരി ബാധിച്ചുകൊണ്ട് അവരതിൽ മതിമറന്ന് ജീവിക്കുകയായിരുന്നു. അവരുടെ ബുദ്ധി നഷ്ടപ്പെട്ടുപോയി. അതേപോലെ തന്നെ അവരുടെ ബസീറത്ത്, ഉൾക്കാഴ്ചകൾ നഷ്ടപ്പെട്ടുപോയി. ഈ രോഗം അവരെ പിടിവിട്ടിട്ട് സ്വർഗ്ഗലൈംഗികത എന്നുള്ളത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, പ്രഭാതമായപ്പോഴത്തേക്കും വലിയൊരു അട്ടഹാസം വന്നിട്ട് തീരും, അവരെ പിടികൂടി. ആ പ്രദേശത്തിന്റെ മുകൾ ഭാഗം താഴ്ഭാഗമാക്കി നാം മാറ്റി. എന്നിട്ട് അതിന്റെ മേലേക്ക് എന്ത് ചെയ്തു? മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷിക്കുകയാണ് ഉണ്ടായത്. ആ പ്രദേശത്തെ ഒന്നടങ്കം പൊക്കിയെടുത്തുകൊണ്ട് എന്ത് ചെയ്തു? തലകീഴായി മറിച്ചു എന്നാണ്. എന്നിട്ട് അവരുടെ മേൽ എന്ത് ചെയ്തു? മഴ വർഷിച്ചു കളഞ്ഞു. ഇന്ന ഫീ ദാലിക ലആയാതിൽ ലിൽ മുതവസ്സിമീൻ. കാര്യങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ശിക്ഷ ഒന്നിറങ്ങാൻ കാരണമായ ഒരു കാര്യമാണ് ഇത്. വിശ്വാസികൾ ചെയ്യേണ്ട കാര്യം, ഇതിനെ സംബന്ധിച്ച് അവർ ബോധവാന്മാരാകേണ്ടതുണ്ട്. പല ആളുകളും ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അത് പറയാൻ പോകുന്നത്, അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചു കൊള്ളട്ടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, ഒരു സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. തിന്മകൾ കണ്ടാൽ അതിനോടൊരു ഗൈറത്ത് ഉണ്ടാകൽ, ഒരു രോഷമുണ്ടാകൽ വിശ്വാസിയുടെ നിർബന്ധമായ കാര്യമാണ്. അതിനെതിരെ ജനങ്ങൾ ബോധവൽക്കരണം നടത്തുക എന്നുള്ളത്, ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ ബാധ്യതയാണ്. നന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കണം, തിന്മ തടഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള വിശ്വാസികൾ ചെയ്യേണ്ട കാര്യമാണ്. ആളുകൾ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കട്ടെ എന്നുള്ള നിലപാട് വിശ്വാസികൾക്ക് പാടില്ലാത്തതാണ്. അള്ളാഹുവിന്റെ ശിക്ഷ വന്നു ചേരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സമൂഹത്തിൽ സമത്വമില്ലാതിരിക്കുക എന്നുള്ളതാണ്. ആളുകളെ ഒരേ നിലയിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അവരിൽ നടപ്പിലാക്കുക, ഒരേ രീതിയിൽ അവരിൽ ശിക്ഷകൾ നടപ്പിലാക്കുക. സമൂഹത്തിലെ ഉന്നതരായ ആളുകൾക്കൊരു നിയമം, ബലഹീനരായ ആളുകൾക്ക് മറ്റൊരു നിയമം. ഇത് ആ സമൂഹത്തെ നശിപ്പിക്കാനുണ്ടാകുന്ന കാരണമാണ്. ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷണം നടത്തി. അവരുടെ കേസ് വന്നപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ ശുപാർശ പറയുവാനായിട്ട് അവർ നിയോഗിച്ചു. ഉസാമ റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതഷ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അള്ളാഹു തീരുമാനിച്ചിരിക്കുന്ന ശിക്ഷാ നടപടിയിൽ നീ ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ മിമ്പറിൽ കയറി എന്നിട്ട് ഒരു ഖുതുബ നടത്തി. ഫഖതബ ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഇന്നമാ അഹ്ലകല്ലദീന മൻ ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികൾ നശിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, അന്നഹും കാനൂ ഇദാ സറഖ ഫീഹിം അശ്ശരീഫ്, അവരിൽ സമൂഹത്തിന്റെ ഉന്നത തലത്തിലുള്ള ആരെങ്കിലും കൊള്ളയടിച്ചാൽ, മോഷണം നടത്തിയാൽ, അഴിമതി നടത്തിയാൽ, തറക്കൂ, അവരെന്ത് ചെയ്യും? അവർ വെറുതെ വിട്ടേക്കും, അവർക്ക് ശിക്ഷകൾ നൽകുകയില്ല. വഇദാ സറഖ ഫീഹിം ദഈഫ്, ബലഹീനരായ ദുർബലരായ ആളുകൾ സമൂഹത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ അഖാമു അലൈഹിൽ ഹദ്, അവന്റെ മേൽ എന്ത് ചെയ്യും? ശിക്ഷാ നടപടികൾ എടുക്കുകയും ചെയ്യും. വൈമുല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സറഖത് ലഖതഅതു യദഹ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിലും ഞാൻ അവളുടെ കൈമുറിച്ചിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ സമൂഹത്തിൽ നീതി നടപ്പിലാക്കപ്പെടുന്നില്ല എങ്കിൽ ശിക്ഷാ നടപടികൾ ഒരു വിഭാഗത്തിന് ഒരു രീതിയിൽ, മറ്റൊരു വിഭാഗത്തിന് വേറൊരു രീതി, ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷ ആ നാട്ടിലേക്ക് ഒന്നിറങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ മരിക്കുവോളം ജീവിക്കുവാനും നാം അവർക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعزنا وأعز الإسلام والمسلمين
وأذل الشرك والمشركين اللهم دمر أعداءك وأعداء الدين اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.